അബ്രഹാമി നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം കടന്നു പോകുമ്പോൾ എല്ലാം ഉണ്ടായിട്ടും എല്ലാവരും ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ചിതറിക്കിടക്കുന്ന മാതാപിതാക്കന്മാർ, വഴിയരികിലും വഴിയോരത്തും വൃദ്ധസദനങ്ങളിൽ നിറഞ്ഞു കവിയുന്ന മാതാപിതാക്കന്മാരെ തമ്പുരാന്റെ കരങ്ങളിലേക്ക് കാഴ്ചവെക്കുകയാണ്. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഓരോ മക്കളുടെയും വേദനകളെ തമ്പുരാന് ഇന്ന് ഈ നിമിഷം കാണിക്കയായി കാഴ്ചവെക്കുമ്പോൾ, ഈശോ ഇതിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിലെ 5-ാമത്തെ തിരുവചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, അവനിലാണല്ലോ നമ്മുടെ പ്രത്യാശ. തമ്പുരാനെ ഈ നിയോഗത്തെ പൂർണ്ണമായും ഏറ്റെടുക്കണമേ. അപ്പം ദൈവസ്നേഹത്തിലും അധിഷ്ഠിതമാണ് വിശ്വാസികളുടെ പ്രത്യാശയെന്ന് ഈ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. തീർച്ചയായും ഇത് വളരെ ശക്തമായ ഒരു അടിസ്ഥാനമാണ്. ആത്യന്തികമായ രക്ഷയുടെ ഭദ്രത. വിശുദ്ധ പൗലോസിന്റെ വാദം ഇപ്രകാരമാണ്: നാം അവന്റെ ശത്രുക്കൾ ആയിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മോടുള്ള തൻ്റെ മഹാസ്നേഹം വെളിപ്പെടുത്തി. ഇപ്പോൾ നാം അവൻ്റെ മിത്രങ്ങളായി തീർന്നിരിക്കുകയാൽ ആ സ്നേഹം അവസാനത്തോളം നമ്മെ കാത്തു സൂക്ഷിക്കാതിരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ആകയാൽ ആത്യന്തികമായ രക്ഷയുടെ പ്രത്യാശ ദൈവം വിശ്വാസികൾക്ക് നൽകി തന്നിരിക്കുന്നു. വിശ്വാസികൾ ഒരിക്കലും നിരാശരാകാൻ ഇടവരികയില്ല. തങ്ങളുടെ പ്രത്യാശയ്ക്ക് കാരണമായതെന്തോ അത് ദൈവം തങ്ങൾക്ക് നൽകുമെന്ന് വിശ്വാസികൾക്കറിയാം. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള അറിവിലാണ് ഈ ആത്മവിശ്വാസം അടിസ്ഥാനമായി പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ സഭയുടെ ആരംഭ ദിനമായ പെന്തക്കോസ്താ മുതൽ പരിശുദ്ധാത്മാവാണ് സഭയെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആദിമസഭയിൽ അരൂപിയുടെ പ്രവർത്തനം കൂടുതൽ അനുഭവവേദ്യമായിരുന്നു. പ്രചോദനവും പ്രസാദപരവും നൽകി അവിടുന്ന് അവരെ നയിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിൻ്റേതല്ല എന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലല്ലാതെ യേശു കർത്താവാണെന്ന് ഒരുവൻ പോലും പറയുവാൻ സാധിക്കുകയില്ലെന്ന് പരിശുദ്ധ പൗലോസ് ശ്ലീഹ 1 കൊറിന്തോസ് 12-ാം അധ്യായം 3-ാം തിരുവചനത്തിലൂടെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിക്കാം. ഈ പെന്തക്കോസ്താ ദിനം കടന്നു വരുമ്പോൾ അതിനായി നമുക്കൊരുങ്ങാം. അവിടുത്തെ ആത്മാവിൽ നിറയുവാനായി
അവിടുത്തെ ആത്മാവിൽ നിറയുവാനും ആത്മാവിനെ സ്വന്തമാക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും ഈശോ എന്നെ ഒരു ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും കത്തിപ്പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അഭിഷേകമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരിക്കലും കൂടി തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പെന്തക്കോസ്താനുഭവം പരിശുദ്ധാത്മാവ് തീയായി മക്കളുടെ മേൽ കത്തിപ്പടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനായി ഒരുങ്ങുന്ന, ഇതിനായി ആഗ്രഹിക്കുന്ന, ദാഹിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ നിമിഷം പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് വേണ്ടി മുറിയപ്പെട്ട തമ്പുരാന്റെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ പെന്തക്കോസ്താദിന് ഒരു അഭിഷേകമായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, ഒരു അനുഭവമായി തീരുവാൻ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആരാധന, 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 ആരാധന. ഈശോ നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ആയിരിക്കുന്നിടങ്ങളിൽ പൂർണ്ണമായും നമ്മെ തന്നെ ഈശോയിലേക്ക് വിട്ടുകൊടുക്കുക. എന്നിലൂടെ കടന്നു പോകുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരമുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണുനീരിനും എൻ്റെ വേദനയ്ക്കും നീ കരുതുന്നതിലും അപ്പുറമായി നിന്നെ സ്നേഹിക്കുന്ന ദൈവകരം, ആ വലിയ ആശ്വാസം, ആ വലിയ സന്തോഷം, ആ സമാധാനം നിന്നിലേക്ക് ഒഴുകുന്ന നിമിഷമാണിത്. ഈ നിമിഷത്തിൽ പൂർണ്ണമായും ഈശോയിലേക്ക് നിന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. എൻ്റെ ജീവിത പങ്കാളിയെ ഒന്നോർക്ക്, മക്കളെ ഒന്നോർക്ക്. പലപ്പോഴും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും തുടരുവാൻ കഴിയാതെ ചെറിയ ചെറിയ വാക്കുകൾ മൂലം മുറിപ്പാടിലൂടെയാണോ ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുന്നത്? ഒന്ന് ഈശോയിലേക്ക് വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, പരസ്പരം അംഗീകരിക്കാനും വിധേയപ്പെടുവാനും കഴിയാതെ എൻ്റെ സ്വാർത്ഥത, അത് ഈ ഭവനത്തിൽ എല്ലാവരും അംഗീകരിക്കണമെന്ന മനോഭാവമാണോ എൻ്റെ ഭവനത്തിലൂടെ കടന്നു പോകുന്നത്? ഒന്ന് എളിമപ്പെടുവാനും ഒന്ന് ചെറുതാകുവാനും കഴിയുമെങ്കിൽ ഈശോ പറയുന്നു, നിനക്കൊന്ന് ചെറുതാകുവാൻ കഴിയുമെങ്കിൽ അതിലേറെ നീ വളർന്നിരിക്കുമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ തമ്പുരാന്റെ കരത്തിന് കീഴിൽ ആരെല്ലാം ചേർന്നിരിക്കുന്നുവോ അവരുടെ കുടുംബ ജീവിതത്തെ, അവരുടെ നിയോഗങ്ങളെ, അവരുടെ ദൈവമായ ആവശ്യങ്ങളെ തക്ക സമയത്തുയർത്തുന്നൊരു ദൈവം ഇതാ നിമിഷം നമ്മോട് കൂടെയുണ്ട്. ആ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളും നിന്റെ ദൈവമായ ആവശ്യങ്ങളും അതിനേക്കാൾ ഉപരി നിന്റെ ചങ്കിൽ കെട്ടിക്കെടുക്കുന്ന സങ്കടത്തെ
അത് കാണാതെ പോകുന്നൊരു ദൈവമല്ല ഈ നിമിഷം നിന്നോട് കൂടെ ആയിരിക്കുന്നത്. തീർച്ചയായും നിന്നെ ഈ നിമിഷം സ്പർശിച്ചിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ രാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം എഴുന്നള്ളി വരണമേ. എല്ലാവരും ഒന്ന് ഹൃദയത്തിൽ പറഞ്ഞ്, അത്ഭുതങ്ങളുടെ രാജാവേ, എൻ്റെ ഹൃദയത്തിലേക്ക് ഈ നിമിഷം ഒന്ന് എഴുന്നള്ളി വരണമേ. അത്ഭുതങ്ങളുടെ രാജാവേ, എൻ്റെ രോഗത്തിലേക്ക് ഈ നിമിഷം എഴുന്നള്ളി വരണമേ. അത്ഭുതങ്ങളുടെ രാജാവേ, ഈ നിമിഷം എൻ്റെ വേദനയിലേക്ക് ഒന്ന് കടന്നു വരണമേ. അത്ഭുതങ്ങളുടെ രാജാവേ, ഈ നിമിഷം എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ. അത്ഭുതങ്ങളുടെ രാജാവേ, ശിബാലമാലിയ ആത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ, നിറയണമേ, 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 നിറയണമേ. ഇത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ, കുടുംബങ്ങളെ ഈശോ നിറയണമേ, നിറയണമേ, നിറയണമേ. ആത്മാവേ, നിറയട്ടെ, 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 നിറയട്ടെ. അത്ഭുതങ്ങളുടെ രാജാവ് ഇന്ന് ഈ നിമിഷം നിന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് പകർന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, നിറയട്ടെ, നിറയട്ടെ. ഈശോ, നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറയട്ടെ, നിറയട്ടെ. ആത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആരാധന, 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 ആരാധന. ആത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോ, നിറയണമേ, 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 നിറയണമേ. പ്രിയപ്പെട്ടവരെ, നാം രക്ഷപ്പെടണമെങ്കിൽ, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ മരണത്തെ പോലും ജയിച്ചൊരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവനിൽ പൂർണ്ണമായും നീ നിന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വസിക്കുക. അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുവനിൽ രക്ഷയില്ല. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം ചുരുങ്ങിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ അനുഗ്രഹത്തിൻ്റെ കരം ഇന്ന് നിന്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർവശക്തനായ ദൈവം ഇതാ ഇപ്പോൾ ആശീർവദിക്കുന്നു. സ്വീകരിക്കുക, അത് ഏറ്റെടുക്കുക. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.